പരാമർശമാണ് നടത്തിയത്. RSS 1925 ജന്മം കൊണ്ട സംഘടനയാണ്. അന്ന് ജന്മം കൊള്ളുമ്പോൾ നല്ല രീതിയിൽ തിളച്ചുമറിയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യസമര കാലമാണ്. എന്നാൽ സ്വാതന്ത്ര്യസമരത്തിൽ ഒരു പങ്കും RSS വഹിച്ചില്ല എന്നത് നമുക്കറിയാം. മാത്രമല്ല, RSSൻ്റെ മഹാനേതാവ് ഗോൾവാൾക്കർ പരസ്യമായി യുവാക്കളോട് പറഞ്ഞത്, വെറുതെ ആരോഗ്യം കളയരുത്, അനാവശ്യമായി ആരോഗ്യം ചെലവഴിക്കരുത്, നിങ്ങൾ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുക്കരുത്. ഇത് സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുക്കുന്ന യുവാക്കളോട് അവരെ പിന്തിരിപ്പിക്കാൻ RSS തലവൻ നടത്തിയ ആഹ്വാനമായിരുന്നു. മാത്രമല്ല, അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയിയെ സംഘപരിവാർ നേതാക്കൾ പോയി കണ്ടു. നമ്മൾ തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല, ഞങ്ങൾ നിങ്ങളിവിടെ തുടരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം സവർക്കർ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്ന്. അദ്ദേഹം നമ്മുടെ അന്തമാൻ ജയിലിൽ നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ, ഇന്ത്യക്കാർ അന്തമാൻ ജയിലടക്കപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം സ്വാതന്ത്ര്യസമര പോരാളികളെന്ന നിലക്ക് ആ തടവ് ജീവിതം എത്ര കഠിനമായതായാലും എത്രമാത്രം യാതനയുള്ളതായാലും അതെല്ലാം സഹിച്ചുകൊണ്ട് തടവ് ജീവിതം ജീവിക്കുകയാണ് ചെയ്തത്. പക്ഷേ അവിടെ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത് പുറത്തേക്ക് വരുന്നു. ബ്രിട്ടീഷുകാരുടെ പാദസേവ ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ നിർവഹിച്ചു കൊള്ളാമെന്ന് പറയുന്നു. ആ സവർക്കർ, ഈ അടുത്ത നാളിൽ നിങ്ങളൊരു ചിത്രം കണ്ടു. സവർക്കർ മേലെ, ഗാന്ധിജി താഴെ. ഇതാണ് നിർമ്മിക്കാൻ നോക്കുന്ന ചരിത്രം. ചരിത്രത്തിൽ സ്ഥാനമില്ല, സ്വാതന്ത്ര്യ സമരത്തിലൊരിടമില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ധന്യമായ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരു പങ്കും വഹിക്കാത്ത ഒരു വിഭാഗം, അവർക്കതിൻ്റെ ജാള്യതയുണ്ട്. ആ ജാള്യത മറച്ചു വെക്കുന്നത് എങ്ങനെയാണ്? പുതിയ ചരിത്രം എഴുതുക, ചരിത്രം മാറ്റുക, തങ്ങളുടെ പങ്കാളിത്തത്തോടെയുള്ള ചരിത്രമാക്കുക. അവിടെയാണ് സവർക്കറെ തന്നെ പ്രതിഷ്ഠിക്കുന്ന നില വന്നിട്ടുള്ളത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ എല്ലാ അർത്ഥത്തിലും രാജ്യത്തിൻ്റെ ഫെഡറലിസം തകർക്കുന്ന നിലപാടുകളാണ് കുറേ കാലമായി സ്വീകരിച്ചു വരുന്നത്. സംസ്ഥാനങ്ങൾക്കുള്ള അവകാശങ്ങൾ കവരുന്നു, സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ പിടിച്ചെടുക്കുന്നു. കേന്ദ്രത്തിൽ പൂർണ്ണമായും വലിയ തോതിലുള്ള അധികാരം കേന്ദ്രീകരിക്കുന്ന അവസ്ഥ വരുന്നു. നമ്മുടെ രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ, തങ്ങൾ ഉദ്ദേശിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുമോ എന്നതാണ് നോക്കുന്നത്. ഇപ്പോൾ അടുത്ത കാലത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ എങ്ങനെയെല്ലാം ദ്രോഹിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അതിനൊരു ഭാഗത്ത് ഗവർണർ ഉപയോഗിക്കുന്നു, മറ്റൊരു ഭാഗത്ത് പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നു. രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ സർക്കാരുകളിലുള്ള മന്ത്രിമാരെ, മുഖ്യമന്ത്രിമാരെ ജയിലിലടക്കുന്നു. അതിനുതകുന്ന കരിനിയമങ്ങൾ പാസാക്കി വച്ചിരിക്കുന്നു. ജനവിധിയല്ല, തങ്ങൾ ആഗ്രഹിക്കും വിധത്തിൽ കരിനിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന ഭരണത്തെ
അട്ടിമറിക്കാനാകുമോ എന്നാണ് നോക്കുന്നത്. അതിലൂടെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും സ്ഥാനത്തില്ലാതാക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ നിയമനിർമ്മാണം വഴി കൊണ്ടുവരാൻ നോക്കുകയാണ്. അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആകെ കായ്വൽക്കരിക്കാനാണ് ശ്രമം. അമിത്ഷായുടെ ഭീഷണിയുടെ, അമിത്ഷാ ഉയർത്തിയ വെല്ലുവിളിയുടെ ഒരു ഭാഗം അതുകൂടി നാം കാണണം. നമ്മുടെ വിദ്യാലയങ്ങൾ, അത് പ്രൈമറി ആയാലും സെക്കൻഡറി ആയാലും കലാലയങ്ങളായാലും എല്ലാം മതേതരത്വത്തിൻ്റെ വിളനിലമാണ്, മതനിരപേക്ഷതയുടെ വിളനിലമാണ്. അവിടങ്ങളിലൂടെ മതനിരപേക്ഷ സംസ്കാരമാണ് വളർന്നു വരുന്നത്. അതിനെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ വലിയ തോതിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അടുത്ത നാളിൽ ഒരു പ്രത്യേക പ്രഖ്യാപനം തന്നെ വരികയുണ്ടായി. അതിൽ പറഞ്ഞൊരു കാര്യം, നമ്മുടെ രാജ്യത്ത് ഇപ്പോഴുള്ള നിലയിൽ മാറ്റങ്ങൾ വേണമെന്നാണ്. UGCയുടെ രീതികൾ മാറ്റാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ വരും തലമുറകളെ തങ്ങൾ ആഗ്രഹിക്കും വിധം മാറ്റിയെടുക്കാൻ, വാർത്തെടുക്കാനുള്ള രൂപമാണ്. UGCയുടെ അടയാളത്തിൻ്റെ സ്ഥാനത്ത് സരസ്വതിയുടെ ചിത്രം വെച്ചാൽ മതി എന്ന് പറയുന്ന നിലയുണ്ടായിരിക്കുന്നു. നമ്മുടെ അറിവിനെ പുതിയൊരു വ്യാഖ്യാനം കൊടുക്കുന്നു. ഇന്ത്യനൈസേഷൻ. അറിവ് എന്നത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങുന്നതല്ല. അറിവ് ലോകത്തിൻ്റെ സ്വത്താണ്. ലോകം അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള മാറ്റങ്ങൾ, വലിയ തോതിലുള്ള വിജ്ഞാന വിസ്ഫോടനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോഴാണ് പറയുന്നത്, നിങ്ങൾ പഴയ ഇതിഹാസങ്ങൾ വെച്ചുകൊണ്ട് പഠിക്കണമെന്ന്. ഇതിഹാസത്തിൽ പറയുന്ന നായകരെ ആ മാതൃക സ്വീകരിച്ചു കൊണ്ടുപോകണം, അത് പഠിപ്പിക്കണം. ഇതാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള പുതിയ നിർദ്ദേശം. അങ്ങനെ അറിവിൻ്റെ സ്വദേശീവൽക്കരണം എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന് എവിടെയാണ് സ്ഥാനം? നാം ചിന്തിക്കേണ്ട കാര്യമാണിതൊക്കെ. ജനാധിപത്യത്തിന് സ്ഥാനമില്ല, സോഷ്യലിസത്തിന് സ്ഥാനമില്ല, സെക്കുലറിസത്തിന് സ്ഥാനമില്ല. ഇതൊന്നും ഈ പറഞ്ഞ സ്വദേശവൽക്കരണത്തിൽ കാണാൻ കഴിയില്ല. ഇങ്ങനൊരു പദമേയില്ല. അപ്പോൾ പാഠപുസ്തകങ്ങളിലൂടെ അത്തരം അറിവുകൾ കൊടുക്കാൻ പാടില്ല. കുട്ടികൾ അറിയാൻ പാടില്ല. കുട്ടികൾക്ക് അതിനെക്കുറിച്ച് ധാരണയുണ്ടാകാൻ പാടില്ല. ഇന്നത്തെ കാലത്ത് ലോകം ഏതെല്ലാം തരത്തിലുള്ള പുതിയ അറിവുകൾ നേടുന്നു. ഒരു ഭാഗത്ത് ആസ്ട്രോഫിസിക്സ്, മറ്റൊരു ഭാഗത്ത് ന്യൂക്ലിയർ ഇലക്ട്രോണിക്സ്, വേറൊരു ഭാഗത്ത് നാനോ ടെക്നോളജി. ഇങ്ങനെയുള്ള വിവിധ ശാസ്ത്ര വിഷയങ്ങൾ. ഇതൊന്നും ഇന്ത്യയിലെ കുട്ടികൾ അറിയേണ്ട. നിങ്ങൾ ഇതിഹാസങ്ങളിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ആ നിലയിലേക്ക് മാറ്റാനാണ് പോകുന്നത്. നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന തരത്തിൽ മാറ്റങ്ങൾ നടപ്പാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പാഠപുസ്തകങ്ങൾ തിരുത്തി എഴുതിയപ്പോൾ, ചില ഭാഗങ്ങൾ വെട്ടിമാറ്റിയപ്പോൾ, ആ വെട്ടിമാറ്റിയ കാര്യങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന നില കേരളം സ്വീകരിച്ചു. കേരളത്തിലെ സെക്കൻഡറി വിദ്യാഭ്യാസം മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ മേഖലയും അതേ രീതിയിൽ തന്നെ മതനിരപേക്ഷതയുടെ വിളനിലമായി മാറുന്നു. അമിത്ഷായുടെ ഭീഷണി പ്രയോഗത്തിൽ വന്നാൽ നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ, നമ്മുടെ ഭാവി തലമുറ ലോകത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ ഒരു ഭാഗം
നിഷേധിക്കപ്പെട്ടവരായി മാറും. ലോക കമ്പോളത്തിൽ സ്ഥാനമില്ലാത്തവരായി മാറും. അവർ നേടേണ്ട അറിവ് നേടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒട്ടേറെ ആപത്തുകളാണ് നമ്മെ ചൂഴ്ന്നു നിൽക്കുന്നത് എന്നത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇവിടെ പലതരത്തിലുള്ള ഇടപെടലുകൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായി ഇപ്പോൾ ഞാൻ പോകുന്നില്ല. പക്ഷെ എല്ലാറ്റിനെയും ലക്ഷ്യമൊന്നാണ്. ആ മേഖല തങ്ങൾ ആഗ്രഹിക്കും വിധം കൈയടക്കണം. അതിനുവേണ്ടിയുള്ള ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത നാളിൽ ഒരു പ്രശ്നം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. നമ്മുടെ രാജ്യത്ത് സംസ്ഥാനങ്ങൾക്കിപ്പോൾ നികുതി പിരിക്കാൻ അധികാരമില്ല. എല്ലാ നികുതിയും കേന്ദ്ര ഗവൺമെൻറ്റാണ് പിരിക്കുന്നത്. അതിനൊരു സംസ്ഥാന ഗവൺമെൻറ്റുകൾ കൂടി പങ്കുവഹിക്കുന്ന ഒരു കൗൺസിലുണ്ട്, GST കൗൺസിൽ. GST കൗൺസിലാണ് മാറ്റങ്ങൾ വേണമെങ്കിൽ തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരസ്യമായി പ്രഖ്യാപിച്ചു മാറ്റങ്ങൾ എന്തു വരാൻ പോകുന്നുവെന്ന്. ആ മാറ്റത്തിൻ്റെ പിന്നിൽ അമേരിക്കൻ സമ്മർദ്ദവും കൂടി ഉണ്ട് എന്ന് വ്യക്തമായി കഴിഞ്ഞു. ഇങ്ങനെ പലതരത്തിലുള്ള ഇടപെടലുകൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നു എന്നതാണ് നാം കാണേണ്ടത്. ഇത് ഗൗരവമായ കാര്യമാണ്. നാട് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിലനിൽക്കണോ എന്നതാണ് ഇതിൻ്റെ ഭാഗമായി തീരുമാനിക്കപ്പെടേണ്ട വിഷയം. അങ്ങനെ വന്നാൽ BJPക്കെതിരെ ശക്തമായ നിലപാടെടുത്തു പോകണം. BJPക്ക് ചെയ്യുന്ന ഓരോ വോട്ടും നാടിൻ്റെ തകർച്ചക്കാണ് വഴിവെക്കുക, മതനിരപേക്ഷതയുടെ തകർച്ചക്കാണ് വഴിവെക്കുക. ആ ധാരണയോടെ കാര്യങ്ങൾ നീക്കാൻ, ഇത് പൊതുവായി ചർച്ച ചെയ്യാൻ എല്ലാവരും തയ്യാറാകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ KSEB അവരാഗ്രഹിക്കും വിധത്തിലുള്ള സ്വകാര്യവൽക്കരണ നടപടികൾ ഉണ്ടായിട്ടില്ല. സ്വകാര്യവൽക്കരണ നടപടികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പലവിധ സമ്മർദ്ദങ്ങളാണ് വരുന്നത്. ആ സമ്മർദ്ദങ്ങൾ നടക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ LDF സർക്കാരാണ്. എന്തുകൊണ്ടാണ്? ഇടതുപക്ഷത്തിന് കൃത്യമായ നിലപാടുള്ളത് കൊണ്ടാണ്. നിങ്ങളെ കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് ചൂടുണ്ടല്ലേ? ഇതേവരെ പറഞ്ഞത് ഇതിനേക്കാളെല്ലാം അപകടമുള്ള കാര്യമാണ്. ഇവിടെ അതിൻ്റെ ഭാഗമായ ഒന്ന് മാത്രമാണ് KSEB. നാടാകെ തകരുമ്പം KSEB അവിടെ നിൽക്കില്ല, അതടക്കം തകരും. എന്താണ് കാണേണ്ടത്? ഈ ധാരണയോടെ കാര്യങ്ങളെ കാണാൻ തയ്യാറാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ. KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ 24ാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ധന്യമാക്കിയ